90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം. ഈ ദിനത്തിൽ പുറത്തുവന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഇടപാടിൽ CBI അന്വേഷണത്തിന് ഭാഗിക സ്റ്റേ. ഇടപാടുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായ CBI അന്വേഷണമാണ് ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തത്. ലൈഫ് മിഷൻ വിദേശ സഹായ നിയന്ത്രണ നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്ന സർക്കാർ വാദം ഹൈക്കോടതി കണക്കിലെടുക്കുകയും ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കണമെന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. അതുവരെ ലൈഫ് മിഷൻ CEOയ്ക്കെതിരായ അന്വേഷണം നിർത്തിവെക്കണമെന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയത്. എന്നാൽ കേസിൽ CBIയുടെ FIR റദ്ദാക്കാൻ സംബന്ധിച്ച കോടതി യൂണിടാക്, സ്വപ്ന അടക്കമുള്ള പ്രതികളുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരാനും അനുമതി നൽകിയിട്ടുണ്ട്. നിലവിൽ ലൈഫ് മിഷൻ CEOയും മറ്റുദ്യോഗസ്ഥരും പ്രതിയല്ലെന്നിരിക്കെ വിധി തിരിച്ചടിയല്ലെന്ന് CBI ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി നിരീക്ഷണം സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാവശ്യ പ്രചാരണങ്ങളിലൂടെ പുകമറ ഉണ്ടാക്കിയവർക്കുള്ള മറുപടിയാണ് വിധിയെന്നും അഭിപ്രായപ്പെട്ടു. ചിലർക്ക് നിരാശയുണ്ട്, സർക്കാർ വിധിയിൽ അഹങ്കാരമില്ല, അന്തിമ വിധി വരാത്തതിനാൽ കൂടുതൽ പ്രതികരിക്കാനെന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് FCRAയുടെ വകുപ്പുകളോ ലഭ്യമായ രേഖകളോ പ്രകാരം ലൈഫ് മിഷനെ പ്രതിപട്ടികയിൽ ചേർത്തത് ന്യായീകരിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഈ പദ്ധതിയെ ഇകഴ്ത്താനും തളർത്താനുമുള്ള നീക്കങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകരുത്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരായ നീക്കമായിട്ടാണ് മാറുക എന്ന് അത്തരക്കാർ മനസ്സിലാക്കുകയും വേണം. ഈ ഒരേ തൂവൽ പക്ഷികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാ കാര്യത്തിലും ഒരേ നിലയാണ് സ്വീകരിച്ചു പോകുന്നത്. അത് അവർ പരിശോധിക്കേണ്ടതാണ്. ഇത് നാട്ടിലെ ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി തിരുത്തിയാൽ അവർക്കും നല്ലത്, നാടിന് പൊതുവെയും അത് നല്ലത്. ലൈഫ് മിഷൻ പദ്ധതി ക്രമക്കേട് അന്വേഷണത്തിലെ ഹൈക്കോടതി വിധിയിൽ ഇന്ന് ഭരണപ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രതികരണങ്ങളുണ്ടായി. CBIയെ ഓടിക്കാനുള്ള സർക്കാർ ശ്രമം പൊളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ സർക്കാരിന് സന്തോഷിക്കാനായി ഒന്നുമില്ല. പദ്ധതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന കാതലായ കാര്യത്തിൽ കോടതിക്ക് എതിരഭിപ്രായവുമില്ല. ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികൾ സാങ്കേതികമായ കാരണങ്ങളാൽ 2 മാസത്തേക്ക് വിലക്കി എന്നേയുള്ളൂവെന്നും ചെന്നിത്തല വ്യക്തമാക്കി. കോടതി വിധിയിൽ സർക്കാരിന് അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്ന് ആയിരുന്നു KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് മറച്ചുവെക്കാൻ ഒരുപാടുണ്ടെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഈ കേസിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ ഏത് കേസിലാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിലനിൽക്കുക? അതുകൊണ്ട് സർക്കാരിന് യാതൊരു തരത്തിലും ഇതിൽ അഹങ്കരിക്കാനോ പ്രതിപക്ഷത്തിനേറ്റ തിരിച്ചടിയാണോ എന്നൊക്കെ തന്നെ പറയുന്ന തരത്തിലുള്ള വാദമുഖങ്ങളോ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമേ ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞുള്ളൂ. ലൈഫ് മിഷൻ ക്രമക്കേടിലെ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് അനിൽ അക്കര MLA പറഞ്ഞു. CBI സമർപ്പിച്ച FIR റദ്ദാക്കിയിട്ടില്ലെന്നും ഇടക്കാല സ്റ്റേ സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്നും MLA വ്യക്തമാക്കി. വിദേശ സഹായ നിയന്ത്രണ നിയമചട്ടത്തിന്റെ ലംഘനമുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമാണ് അവ്യക്തത. അഴിമതി ആരോപണത്തിൽ നിന്ന് സർക്കാർ മുക്തമായിട്ടില്ല. നിയമപോരാട്ടം തുടരുമെന്നും അനിൽ അക്കര MLA ഇന്ന് തൃശൂരിൽ പറഞ്ഞു. സർക്കാരിന് ഈ വിധി വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ഞാൻ ഉയർത്തിയ ആരോപണങ്ങൾ, ഞാൻ കൊണ്ടുവന്ന തെളിവുകൾ കൃത്യമാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം തുടരാം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതലായ ഒരു പ്രാഥമികമായ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായും FIR റദ്ദാക്കണം എന്നുള്ള സർക്കാരിൻ്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. FIR റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ വാദം തുടരും എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കോടതി വിധിയിൽ സംസ്ഥാന സർക്കാർ സന്തോഷിക്കാൻ ഒന്നുമില്ലെന്നായിരുന്നു BJP അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. തട്ടിപ്പ് നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥർ തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നാണ് കോടതി പറഞ്ഞത്. വിജിലൻസ് അന്വേഷണം CBI അന്വേഷണത്തെ അട്ടിമറിക്കാനാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ഈ ലൈഫ് മിഷൻ തട്ടിപ്പ് നടത്തിയത് ലൈഫ് മിഷന്റെ ഉദ്യോഗസ്ഥരല്ല, ശിവശങ്കരനാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അതാണ് കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതല്ലാതെ ലൈഫ് മിഷൻ CEO അല്ലെങ്കിൽ ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥന്മാരല്ല ഈ കേസിൽ അഴിമതി കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേസ് തുടരാൻ തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. FCRA വയലേഷൻ അന്വേഷിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം CBIക്ക് തന്നെയാണെന്ന് കോടതി വിധി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കോടതി വിധിയുടെ 18ാം ഖണ്ഡികയിൽ വളരെ വ്യക്തമായിട്ടും
ലൈഫ് മിഷൻ കേസ് തുടരാൻ തന്നെയാണ്. 2 മാസത്തേക്ക് മാത്രമാണ് താൽക്കാലികമായിട്ടുള്ള സ്റ്റേ ഉള്ളത്. അതുകൊണ്ട് ഇതൊരു സ്റ്റേ ആണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സന്തോഷിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കലാണ് ലൈഫ് മിഷനെതിരെ കേസെടുത്ത CBI നടപടിയെന്ന പാർട്ടി നിലപാട് സാധൂകരിക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്ന് CPIM വ്യക്തമാക്കി. ഇടതുപക്ഷ സർക്കാരിനെതിരായ ഗൂഢാലോചനയ്ക്കേറ്റ തിരിച്ചടിയാണ് കോടതി ഉത്തരവെന്നായിരുന്നു LDF കൺവീനർ A. വിജയരാഘവന്റെ പ്രതികരണം. ഇപ്പോഴത്തേത് താൽക്കാലിക വിധിയെന്ന് പറയുന്നത് കോടതി വിധിയുടെ ദുർവ്യാഖ്യാനമാണെന്നും LDF കൺവീനർ കൂട്ടിച്ചേർത്തു. കേസ് നിലനിൽക്കില്ല എന്നത് നേരത്തെ തന്നെ പറഞ്ഞതാണെന്ന് നിയമമന്ത്രി AK ബാലനും പ്രതികരിച്ചു. സംസ്ഥാന ഗവൺമെന്റിന് ഇപ്പോൾ ഇതുമായി ഉന്നയിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ആക്ഷേപവുമായി ബന്ധമില്ല. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലൈഫ് പദ്ധതിയുടെ പുറത്തു നടന്ന ഒരു കാര്യം എന്നുള്ള നിലയിലാണ് എന്നതിവിടെ ഈ കോടതി വിധിയിലൂടെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, വിദേശ കറൻസി നിയമവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിൽ ഇക്കാര്യത്തിൽ ലംഘനമുണ്ടായിട്ടില്ല എന്ന കാര്യവും ഗവൺമെൻറ് സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതും ഹൈക്കോടതി വിധിയിലൂടെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. അതും ആ ഗവൺമെൻറ് വാദവും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന് വിരുദ്ധമായിട്ടാണ് ഫണ്ട് ലൈഫ് വാങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം UDF എത്ര കേസ് കൊടുത്തിട്ടുണ്ട്? ഏതെങ്കിലും ഒരു കേസിൽ സ്റ്റേ കിട്ടിയിട്ടുണ്ടോ? LDF കൊടുത്തൊരു കേസിൽ ഇപ്പോൾ സ്റ്റേ കിട്ടും. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ അന്വേഷണം ഊർജിതമാക്കി വിജിലൻസിന്റെ അന്വേഷണം. വിജിലൻസ് സംഘം നേരിട്ടെത്തി ഫ്ളാറ്റ് സമുച്ചയത്തിൽ പരിശോധന നടത്തി. 5 ടവറുകളിലായി 140 ഫ്ളാറ്റുകളും ആശുപത്രി കെട്ടിടവുമാണ് വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്നത്. നികുതി തുകയും കമ്മീഷൻ തുകയും കഴിഞ്ഞുള്ള തുകയാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുക. UAE കോൺസുലേറ്റ് ആദ്യഘട്ടത്തിൽ നൽകിയ 7.5 കോടിയിൽ നിന്നു മാത്രം 4.2 കോടി രൂപ കമ്മീഷനായി സന്ദീപ് നായരുടെ അക്കൗണ്ടിലേക്ക് നൽകിയതായി വിജിലൻസ് സ്ഥിരീകരിച്ചിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സന്റെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെയും മൊഴി വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷും M. ശിവശങ്കറും എപ്പോൾ പരിചയപ്പെട്ടു എന്നൊന്നും തനിക്കറിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വ്യക്തമാക്കി. കോൺസുലേറ്റും സർക്കാരും ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്ക് ശിവശങ്കറിനെ ബന്ധപ്പെട്ടുള്ളൂ എന്ന് പറയുന്നതിൽ അസ്വാഭാവികതയില്ല. കോൺസുൽ പ്രതിനിധി എന്ന നിലയിലാണ് സ്വപ്നയെ പരിചയപ്പെട്ടതെന്നും കോൺസുൽ ജനറലിനൊപ്പം സ്വപ്ന പലതവണ ക്ലിഫ് ഹൌസിൽ വന്ന് തന്നെ കണ്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു. ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള കോണ്ടാക്ട് എപ്പോൾ തുടങ്ങിയതെന്നും എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോൺസുലേറ്റ് ജനറൽ വരുന്ന സമയത്തൊക്കെ മിക്കവാറും സമയത്ത് ഇവരുണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പിന്നെ ശിവശങ്കറിനെ ഈ പറയുന്ന രീതിയിൽ ചുമതലപ്പെടുത്തിയില്ലേ എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ നിങ്ങളെ ഓഫീസിൽ ആരെയാണ് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി തന്നെ അന്നത്തെ എൻ്റെ സെക്രട്ടറി എന്ന നിലക്ക് ശിവശങ്കറിനെ ബന്ധപ്പെട്ടോളൂ എന്ന് ഞാൻ പറയുന്നതിൽ ഒരു അതിശയമായിട്ടുള്ളൊരു കാര്യമില്ല. അതൊക്കെ സ്വാഭാവികമായൊരു കാര്യം മാത്രമാണ്. നിരവധി തവണ വന്നിട്ടുണ്ട്. കാരണം 3-4 കൊല്ലമായില്ലേ, ആ കൊല്ലങ്ങളിലെല്ലാം പല ചടങ്ങുകൾ അവർ നടന്നിട്ടില്ലേ. ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ മിക്കവാറും ഈ പറയുന്ന സ്ത്രീയും ഉണ്ടായിട്ടുണ്ട്. അതിനിടെ സ്വർണ്ണക്കടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ സ്വപ്ന സുരേഷിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നൽകി. 60 ദിവസം പിന്നിട്ടതിനാൽ സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്ന സ്വപ്നയുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ പാസ്പോർട്ടും വിദേശ യാത്രകൾ സംബന്ധിച്ച വിവരങ്ങളും കസ്റ്റംസിന് കൈമാറി. സംസ്ഥാനത്ത് ഇന്ന് 8764 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 8039 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 74 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. ചികിത്സയിലുണ്ടായിരുന്ന 7723 പേർ കൂടി രോഗമുക്തരായി. 21 പേരുടെ മരണം കോവിഡ് കാരണമാണെന്നും ഇന്ന് സ്ഥിരീകരിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമായിരുന്ന തിരുവനന്തപുരത്ത് രോഗവ്യാപന തോത് കുറഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചന്തകളിലും കച്ചവട സ്ഥാപനങ്ങളിലും കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെന്നും ഇത് രോഗവ്യാപനം കൂട്ടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് 8764 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 21 പേർ ഇന്ന് മരണമടഞ്ഞിട്ടുണ്ട്. 95,407 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 48,253 സാമ്പിളുകൾ പരിശോധന നടത്തി. ചില മത്സ്യച്ചന്തകൾ, വഴിയോര കച്ചവട ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾ ഇവിടങ്ങളിലൊക്കെ സാമൂഹ്യ അകലമടക്കമുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി കാണുന്നില്ല. അത്തരം കേന്ദ്രങ്ങളിൽ ആളുകൾ വല്ലാതെ കൂട്ടം കൂടുന്നതും കൃത്യമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുന്നതും ശരിയായ കാര്യമല്ല. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ചു തന്നെ അവരുമായി ഇടപെടാൻ തയ്യാറാകണം.
ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ആന്ധ്രാ തീരം വഴി കരയിൽ പ്രവേശിച്ചു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മാസം 20 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അറിയിച്ചു. 2020 ഒക്ടോബർ 13 മുതൽ ഒക്ടോബർ 16 വരെ കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണ്. ചില സമയങ്ങളിൽ രാത്രി വൈകിയും ഇത് തുറന്നേക്കാം. മലയോര മേഖലയിൽ ഇടിമിന്നൽ സജീവമാകാനാണ് സാധ്യത. കുട്ടികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കുക. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി സുരാജ് വെഞ്ഞാറമൂടും നടിയായി കനി കുസൃതിയും തെരഞ്ഞെടുക്കപ്പെട്ടു. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച സംവിധായകൻ. നവാഗത സംവിധായകനായ റഹ്മാൻ ബ്രദേഴ്സിന്റെ വാസന്തി മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് മികച്ച ജനപ്രിയ സിനിമയായി. നിവിൻ പോളിയും അന്നാബെന്നും പ്രിയമദാകൃഷ്ണനും പ്രത്യേക ജൂറി പരാമർശം നേടി. നവാഗതർ ഏറെ നേട്ടമുണ്ടാക്കിയ അവാർഡ് നിർണയമാണ് ഇത്തവണത്തേത്. മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. IFFK അവാർഡ് നൽകിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്. ചിത്രം ജല്ലിക്കെട്ട്. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂട്. ചിത്രങ്ങൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, 2 വികൃതി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും. മികച്ച നടി കനി കുസൃതി. ചിത്രം ബിരിയാണി. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടൻ ഫഹദ് ഫാസിൽ. ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടി സ്വാസിക വിജയ്. ചിത്രം വാസന്തി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പുരസ്കാരം നേടിയ അഭിനേതാക്കളും ചലച്ചിത്ര പ്രവർത്തകരും സന്തോഷം 24മായി പങ്കുവച്ചു. പ്രതികരണങ്ങൾ കാണാം ഒരിക്കൽ കൂടി. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് നമ്മളെ തേടിയെത്തുക എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലക്കാണ്, ഭാഗ്യമാണ്. അപ്പോൾ അത് കിട്ടി. അതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് നല്ല നല്ല ക്യാരക്ടർ വേഷങ്ങൾ കിട്ടി തുടങ്ങി. ഒരിക്കലും മുഴുനീളം നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് മലയാളത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. പക്ഷേ ഉറപ്പായിട്ടും എനിക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഞങ്ങളെല്ലാവരും ഒരു ഫ്രണ്ട്സ് ഗ്യാങ് കൂടി വളരെ സമയമെടുത്ത്, അതായത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടിൽ ഒരുപാട് സമയമെടുത്ത് ഒരു 4-5 മാസം കൊണ്ട് കുഞ്ഞു പോർഷനായിട്ട് എടുത്ത് തീർത്ത് 2 വർഷം മുമ്പ് പൂർത്തിയാക്കിയ ഒരു സിനിമയായിരുന്നു. അതാണ് ഇപ്പോൾ ഇങ്ങനെ പുരസ്കാരങ്ങൾ വാരിക്കോരിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പടം കണ്ടവർക്ക് അറിയാം, ആ ഫ്രീസറിൻ്റെ പോർഷനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു, ഫിസിക്കലിയും ഇമോഷണലിയും ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആ ഒരു ടീമാണ് എന്നെ അതിലെന്തെങ്കിലും എനിക്ക് നല്ലൊരു കാര്യം ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഹെൽപ്പ് കൊണ്ടാണ്. 2953 കോടിയുടെ പദ്ധതികൾക്ക് കിഫ്ബി യോഗം അനുമതി നൽകിയതായി മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അറിയിച്ചു. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രി നവീകരണത്തിനായി 815 കോടിയും പൊതുമരാമത്ത് പദ്ധതികൾക്കായി 1369 കോടിയും അനുവദിച്ചു. GST നഷ്ടപരിഹാരത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും തുടർ നടപടിയെന്നും ധനമന്ത്രി അറിയിച്ചു. 2953 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകി. ഇതിലേറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് 3 സുപ്രധാന പുതിയ കെട്ടിടങ്ങൾ, സർജിക്കൽ ബ്ലോക്ക്, പീഡിയാട്രിക് ബ്ലോക്ക്, MLT ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണം. ഇതിനു പുറമെ പെരിയാരം ജനറൽ മെഡിക്കൽ കോളേജ്, കോന്നി മെഡിക്കൽ കോളേജ്, കോട്ടയം ജനറൽ ആശുപത്രി എന്നിവയുടെ നവീകരണം.
കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റലും ഇതുപോലെ നവീകരിക്കുന്നതിന് പണം വെച്ചിട്ടുണ്ട്. ജനതാദളെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയ ദേശീയ നേതൃത്വത്തിന്റെ നടപടിയിൽ അതൃപ്തി പരസ്യമാക്കി CK നാണു MLA രംഗത്തെത്തി. 2 ദിവസത്തിനകം കാര്യങ്ങൾ തുറന്നു പറയും. നേതൃത്വത്തിന്റെ നടപടി മനോവിഷമം ഉണ്ടാക്കിയെന്നും CK നാണു തിരുവനന്തപുരത്ത് 24നോട് പ്രതികരിച്ചു. എൻ്റെ പോരായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ പോരായ്മ അപ്പോൾ ആളുകൾ ധരിക്കില്ല, ഇവനൊരു ചുമതല ഏൽപ്പിച്ചിട്ട് അതിന് കൊള്ളാത്തവനാണ് ജനങ്ങൾ ധരിച്ചേക്കില്ലേ. അപ്പോൾ അത് എല്ലാം ബോധ്യപ്പെടുത്താനുള്ള അത് ഞാൻ ഇത് 1-2 ദിവസം കൊണ്ട് ഏതെല്ലായിരുന്നു എന്നെപ്പറ്റി പറഞ്ഞത് അത് ഞാൻ ഇതാക്കും. സ്വാഭാവികമായിട്ടല്ലേ മനപ്രയാസം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. കാരണം അതിൻ്റെ ആ വിഷമത്തിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഞാൻ വിജയിച്ചില്ലല്ലോ. അതിനിടെ പാലായിൽ ജോസ് കെ മാണി മത്സരിച്ചാൽ തോൽപ്പിച്ചിരിക്കുമെന്ന അവകാശവാദവുമായി PJ ജോസഫ് ഇന്ന് രംഗത്തെത്തി. പാലായിൽ പാർട്ടി മത്സരിക്കണോ എന്ന് എതിർ സ്ഥാനാർത്ഥിയെ നോക്കി തീരുമാനിക്കുമെന്നും PJ ജോസഫ് പറഞ്ഞു. അവിടുത്തെ ചിത്രം ആരാണ് അപ്പുറത്ത് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞതിന് ശേഷമേ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ചെയ്യാൻ പറ്റുള്ളൂ. തോൽപ്പിച്ചിരിക്കും. ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരും ഇല്ല. ഒരു സീറ്റ് അവർ പിടിച്ചെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. തൃശൂരിലെ അമ്പിളിക്കല കോവിഡ് സെന്ററിലെ പ്രവർത്തനത്തിൽ ജയിൽ വകുപ്പിന് വീഴ്ചയെന്ന് ജയിൽ DGP ഋഷിരാജ് സിംഗ്. റിമാൻഡ് പ്രതി ഷമീർ മർദ്ദനമേറ്റ് മരിച്ചെന്ന പരാതിയിൽ കോവിഡ് സെന്ററിലെ മേൽനോട്ടത്തിൽ വീഴ്ച വരുത്തിയതിന് ജില്ലാ ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തു. 17-കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ 2 ജയിൽ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. അമ്പിളിക്കല കോവിഡ് സെന്ററിന്റെ പ്രവർത്തനം നിർത്തിവച്ചു. സൂപ്രണ്ടന്റിന്റെ ഭാഗത്തിൽ ചില വീഴ്ചകൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു സൂപ്പർവൈസറി ലെഫ്റ്റ് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ടന്റിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരാഴ്ചയിൽ 1 പ്രാവശ്യമോ 10 ദിവസത്തിൽ 1 പ്രാവശ്യം മാത്രമേ അവിടെ പോയുള്ളൂ. അവിടെ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവിടെ നടക്കുന്ന ഈ മറ്റേ താഴെ കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് മറ്റേ ആളുകൾ പിടിച്ചുകൊണ്ട് വന്ന ആളുകൾക്ക് ശല്യമുണ്ടോ ഇല്ലയോ എന്ന് നേരിട്ട് കാണാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. 24 മണിക്കൂറുടെ 55,342 പോസിറ്റീവ് കേസുകളും 706 മരണവും റിപ്പോർട്ട് ചെയ്തു. ഓഗസ്റ്റ് 10 ശേഷം ആദ്യമായിട്ടാണ് പ്രതിദിന കോവിഡ് കേസുകളിൽ ഇത്രയും കുറവ് രേഖപ്പെടുത്തുന്നത്. രോഗം ഭേദമായവരുടെ എണ്ണം 62 ലക്ഷം കടന്നു. രോഗമുക്തി നിരക്ക് 80% അടുക്കുകയാണ്. അതിനിടെ കർണാടകയിൽ കോവിഡ് മരണം 10,000 കടന്നു. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. ഹത്രാസ് പെൺകുട്ടിയുടെ മൃതദേഹം ബന്ധുക്കളുടെ സമ്മതമില്ലാതെ സംസ്കരിച്ചത് മനുഷ്യാവകാശ ലംഘനമെന്ന് അലഹബാദ് ഹൈക്കോടതി. മാന്യമായ സംസ്കാരത്തിനുള്ള ഇരയുടെ അവകാശം ക്രമസമാധാന പ്രശ്നം പറഞ്ഞ് ഇല്ലാതാക്കാനാകില്ല. ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരമാണ് മൃതദേഹം സംസ്കരിച്ചതെന്ന് പ്രഥമദൃഷ്ട്യാ വ്യക്തമാണ്. എന്നിട്ടും ജില്ലാ മജിസ്ട്രേറ്റ് തൽസ്ഥാനത്ത് തുടരുന്നത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ സഹായം നൽകുമെന്നും അതിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തേണ്ടെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. രാഷ്ട്രീയമോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ കേരളത്തെ മാറ്റി നിർത്തില്ല. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിലെ ചെലവ് സംബന്ധിച്ച് വീണ്ടും ചർച്ചയാകാമെന്നും നിതിൻ ഗഡ്കരി സൂചിപ്പിച്ചു. കേരളത്തിലെ ദേശീയപാത വികസനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. In the cost of the project, if the 100 rupees is the cost of construction, we have to give at least 90 to 95 rupees or sometime 100 rupees for cost of land acquisition. And that was a big problem. But I am very much thankful to Honorable Chief Minister that with kind cooperation we have already find out lot of way outs from the problems, and now we are proceeding further. We are very much committed for Kerala. We will not discriminate Kerala for any other political reason. I am always very positive and always giving support to you. ദേശീയപാതാ വികസനത്തിന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വലിയ പിന്തുണ നൽകിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ഗഡ്കരി അല്ലായിരുന്നുവെങ്കിൽ ദേശീയപാതാ വികസനം കേരളത്തിൽ നടപ്പാകുമായിരുന്നോ എന്ന് സംശയമുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതിൽ കേരളം നൽകുന്ന തുക പിൻവലിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നിതിൻ ഗഡ്കരിയെ പോലുള്ള ഒരു മന്ത്രി കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് ഇപ്പോഴും യാഥാർത്ഥ്യമാകുമായിരുന്നോ എന്ന സംശയം സ്വാഭാവികമായും നിലനിൽക്കുന്നുണ്ട്. കാരണം ചില തടസ്സങ്ങൾ വന്നപ്പോൾ ഇടപെട്ട് പരിഹരിച്ചത് ഓർമ്മിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത്. വി റിക്വസ്റ്റ് ദാറ്റ് ഇഫ് ദ സ്റ്റേറ്റ്സ് ആർ ഓപ്റ്റിംഗ് ഫോർ വാല്യൂ ക്യാപ്ചർ ഫൈനാൻസിംഗ്
then additional burden of meeting 25% of the land acquisition cost should be removed from the guidelines and be made applicable for the ring road from Vidinyam to Paripalli as well. ആർജിത പ്രതിരോധശേഷിക്കായി കോവിഡ് പടരുന്നത് അനുവദിക്കുകയാണ് വേണ്ടതെന്ന അഭിപ്രായത്തെ രൂക്ഷമായി വിമർശിച്ച ലോകാരോഗ്യ സംഘടന. ഈ വാദം അധാർമികമാണെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് പറഞ്ഞു. വൈറസിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ചാണ് ആർജിത പ്രതിരോധശേഷി നേരിടണമെന്നും അല്ലാതെ അതിലേക്ക് തള്ളിവിട്ടല്ലെന്നും ടെഡ്രോസ് അഥനോം കൂട്ടിച്ചേർത്തു. Never in the history of public health has herd immunity been used as a strategy for responding to an outbreak, let alone a pandemic. It's scientifically and ethically problematic. Allowing a dangerous virus that we don't fully understand to run free is simply unethical. It's not an option. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ആശ്വാസ ജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 20 റൺസിന് പരാജയപ്പെടുത്തി. 167 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഹൈദരാബാദിന് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 147 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ചെന്നൈക്ക് വേണ്ടി ഡ്രെയിൻ ബ്രാവോയും കരൺ ശർമ്മയും 2 വിക്കറ്റ് വീതം നേടി. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി www.24news.com സന്ദർശിക്കുക. 90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.